ഹായ് എവരിവൺ, വെൽക്കം ടു സിവിൽ ടോക്സ്. സിവിൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട വരാനിരിക്കുന്ന കേരള PSC എക്സാമുകളും ആ എക്സാമുകളുമായി ബന്ധപ്പെട്ട എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും വളരെ ഡീറ്റെയിൽഡായി ഈ ചാനലിൽ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏത് രീതിയിലാണ് ഓരോ സബ്ജക്റ്റും തയ്യാറെടുക്കേണ്ടതെന്ന ഒരു ഐഡിയ നമുക്ക് ലഭിക്കുന്നതാണ്. മെയ് 19 വരാനിരുന്ന എക്സാം പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ എക്സാം നല്ല രീതിയിൽ പഠിക്കാൻ കുറച്ചുകൂടി സമയം ലഭിക്കുകയാണ്. 9 ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ഒരൊറ്റ എക്സാമാണ് മെയ് 19 നടത്താനിരുന്നത്. അതായത് ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ ST ഓവർസിയർ ഗ്രേഡ് 1, അതേപോലെ കേരള സ്റ്റേറ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ ട്രേസർ എക്സാം, ഹൈഡ്രോഗ്രാഫിക് സർവേ ബ്രാഞ്ചിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2, കേരള സ്മോൾ ഇൻഡസ്ട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2, PWDയിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1, കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷൻ ലിമിറ്റഡ് ഓവർസിയർ എക്സാം, ടൗൺ ആൻഡ് കൺട്രി പ്ലാനിംഗ് ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2, ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ട്രെയിനിങ് ഇൻസ്ട്രക്ടർ എക്സാം, അതേപോലെ സെയിം ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റ്. അങ്ങനെ 9 ഡിപ്പാർട്ട്മെന്റ്സിലേക്കുള്ള എക്സാം ആയിരുന്നു മെയ് 19. അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന മറ്റ് എക്സാമുകളാണ് കേരള സ്റ്റേറ്റ് ലാൻഡ് യൂസ് ബോർഡിൽ പ്ലാനിംഗ് സർവേയർ ഗ്രേഡ് 2, കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഗ്രേഡ് 3, അതേപോലെ വാട്ടർ അതോറിറ്റിയിൽ ട്രേസർ എക്സാം. ഇന്ന് ഹൈഡ്രോഗ്രാഫിക് സർവേ ബ്രാഞ്ചിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: The general method of determining the distance of boundaries during reconnaissance survey. Reconnaissance survey ചെയ്യുമ്പോൾ നമ്മൾ ബൗണ്ടറീസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർമെന്റിന് വേണ്ടിയിട്ട് അഡോപ്റ്റ് ചെയ്യുന്ന ജനറൽ മെത്തേഡ് ഏതാണ്? അതാണ് ചോദിച്ചിരിക്കുന്നത്. റെക്കഗ്നൈസൻസ് സർവേ എന്ന് പറയുന്നത് എന്താണ്? അതായത് സർവേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതൊരു ലൊക്കേഷനാണോ ആ ലൊക്കേഷനെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നു. അതാണ് റെക്കഗ്നൈസൻസ് സർവേ. ആ ലൊക്കേഷനിലെ ഫിസിക്കൽ ഫീച്ചേഴ്സിനെ സ്റ്റഡി ചെയ്യുന്നു. അതനുസരിച്ചിട്ട് കീ പ്ലാൻ അഥവാ ഇൻഡെക്സ് പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നു. ഈ റെക്കഗ്നൈസൻസ് സർവേ ചെയ്യുന്നതിനായിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ, അതായത് ഡിസ്റ്റൻസ് മെഷർമെന്റിന് വേണ്ടിയിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ഏറ്റവും ജനറൽ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നതാണ് പേസിംഗ്. ഓപ്ഷൻ ബി പേസിംഗ്. പേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ദ വർക്കിംഗ് സ്റ്റെപ്പ് ബൈ എ മാൻ. സർവേ ചെയ്യുന്ന സർവേയർ എടുക്കുന്ന ഒരു സ്റ്റെപ്പ്, അയാളുടെ ഒരു സ്റ്റെപ്പിനെയാണ് 1 പേസ് എന്ന് പറയുന്നത്. അതിന്റെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് 80 സെന്റിമീറ്റർ ആണ്. അതായത് 1 വാക്കിംഗ് സ്റ്റെപ്പ് ഓഫ് എ മാൻ ഓർ 1 പേസ് എന്ന് പറയുന്നത് ആവറേജ് 80 സെന്റിമീറ്റർ ആണ്. അത് നമ്മൾ നോട്ട് ചെയ്യണം, കാരണം പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ആ വാല്യൂ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കേണ്ടതാണ്. ഇനി ഇതേപോലെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പല ഇൻസ്ട്രുമെന്റ്സ് ആണ്. അതിലൊന്ന് പേസോമീറ്റർ. ഇതാണ് പേസോമീറ്റർ. പേസോമീറ്റർ എന്ന് പറയുന്നത് ഒരു പോക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. ഒരു വാച്ചിനോട് രൂപസാദൃശ്യം വരുന്ന ഒരു ഇൻസ്ട്രുമെന്റ്. അത് എത്ര നമ്പർ ഓഫ് പേസസ് എടുത്തു എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് ചെയ്യും. ഓക്കെ. അതേപോലെ തന്നെ ഡിസ്റ്റൻസ് മെഷർമെന്റിന് യൂസ് ചെയ്യുന്ന മറ്റൊരു ഇൻസ്ട്രുമെന്റ് ആണ് ഓഡോമീറ്റർ എന്ന് പറയുന്നത്. ഓഡോമീറ്ററിൽ വീൽസ് ആണ്. ഈ വീൽസ് എത്ര നമ്പർ ഓഫ് റെവല്യൂഷൻസ് എടുത്തു എന്നുള്ളതാണ് കൗണ്ട് ചെയ്യപ്പെടുന്നത്. അതേപോലെ സ്പീഡോമീറ്റർ. സ്പീഡോമീറ്റർ എന്താണ് നമുക്കറിയാം. വെഹിക്കിൾസിലും ഓട്ടോമൊബൈൽസിലും കിലോമീറ്റേഴ്സ് ഒക്കെ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത് സ്പീഡോമീറ്റർ ആണ്. പിന്നെ എന്തൊക്കെയാണ് ഡിസ്റ്റൻസ് മെഷർമെന്റിന് നമ്മൾ നമുക്കറിയാവുന്ന ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന അല്ലെ, ചെയിനിങ്, ടേപ്പിങ്, അതെല്ലാം ഡിസ്റ്റൻസ് മെഷർമെന്റിന് നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് ആണ്. അപ്പോൾ
റെക്കഗ്നൈസൻസ് സർവേ ചെയ്യുന്ന സമയത്ത് ബൗണ്ടറീസിന്റെ ഡിസ്റ്റൻസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ജനറൽ ആയിട്ട് അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡ് പേസിംഗ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The Bowditch rule is based on the assumption that the probable errors of closure of a traverse is proportional. ട്രാവേഴ്സ് മെയിൻലി രണ്ട് രീതിയിലുണ്ട്. ക്ലോസ്ഡ് ട്രാവേഴ്സും ഓപ്പൺ ട്രാവേഴ്സും. ക്ലോസ്ഡ് ട്രാവേഴ്സ് എന്താണ്? അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡ് പോയിന്റും സെയിം ആണ്. അതായത് നമ്മൾ സർവേ ചെയ്ത് സർവേ ലൈൻസ് ലാസ്റ്റ് എൻഡ് പോയിന്റ് എന്ന് പറയുന്ന സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തുന്നു. അങ്ങനെ ഒരു ക്ലോസ്ഡ് ജോമെട്രിക്കൽ ഷേപ്പിലാണ് നമുക്ക് ക്ലോസ്ഡ് ട്രാവേഴ്സ് കിട്ടുന്നത്. എന്നാൽ ഓപ്പൺ ട്രാവേഴ്സോ അത് ക്ലോസ് ചെയ്യുന്നില്ല. അത് കൂടുതലായിട്ടും എന്താണ്, ലോങ് നാരോ സ്ട്രിപ്പ് ഓഫ് ലാൻഡ്സ്, അതായത് ഇപ്പൊ റോഡ്സ്, കനാൽസ് അതേപോലുള്ള ഒരു സ്ട്രിപ്പ് ഓഫ് ലാൻഡിനെ സർവേ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഓപ്പൺ ട്രാവേഴ്സ് കൂടുതലായിട്ട് എടുക്കുന്നത് നമ്മൾ. അതേപോലെ ക്ലോസ്ഡ് ട്രാവേഴ്സ് ആണെങ്കിലോ ഇപ്പൊ ലേക്സിന്റെ ഒക്കെ ബൗണ്ടറീസ് ലൊക്കേറ്റ് ചെയ്യുന്നതിനൊക്കെ നമ്മൾ ക്ലോസ്ഡ് ട്രാവേഴ്സ് ആണ് ചൂസ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ ഒരു ക്ലോസ്ഡ് ട്രാവേഴ്സിന്റെ കേസിൽ അതിന്റെ സിഗ്മ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നതും സിഗ്മ ഡിപ്പാർച്ചർ എന്ന് പറയുന്നതും 0 ആയിരിക്കണം. ഇനി എന്താണ് ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും? ഇപ്പോൾ ഒരു ട്രാവേഴ്സ്, ക്ലോസ്ഡ് ട്രാവേഴ്സിൽ ഒരു സർവേ ലൈനാണിത്. ഈ ലൈനിനെ നമ്മൾ ഈ നോർത്ത് മെറീഡിയൻ അഥവാ ഈ നോർത്ത് സൗത്ത് ഡയറക്ഷനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നോർത്ത് മെറീഡിയനോട് പാരലൽ ആയിട്ട് വരുന്ന ഈ ഡയറക്ഷനെയാണ് നമ്മൾ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതേപോലെ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഡയറക്ഷനാണ് ഡിപ്പാർച്ചർ, വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ദ നോർത്ത് മെറീഡിയൻ. ഓക്കെ, ഇങ്ങനെ ഒരു ക്ലോസ്ഡ് ട്രാവേഴ്സിൽ വരുന്ന എല്ലാ സർവേ ലൈനിന്റെയും ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും നമ്മൾ കണ്ടുപിടിക്കും. സമ്മേഷൻ ഓഫ് ലാറ്റിറ്റ്യൂഡും സമ്മേഷൻ ഓഫ് ഡിപ്പാർച്ചറും 0 ആയിരിക്കണം. പക്ഷെ ചിലപ്പോഴൊക്കെ നമ്മൾ മെഷർമെന്റിന്റെ സമയത്ത് വരുന്ന എറർ കൊണ്ട്, ലെങ്ത് മെഷർ ചെയ്യുമ്പോഴും ആംഗിൾ മെഷർ ചെയ്യുമ്പോഴൊക്കെ വരുന്ന എറർ കൊണ്ട്, മിസ്റ്റേക്സ് കൊണ്ട് ഈ സിഗ്മ ലാറ്റിറ്റ്യൂഡും സിഗ്മ ഡിപ്പാർച്ചറും 0 ആവില്ല. അപ്പൊ നമുക്കത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷെ എറർ കംപ്ലീറ്റ് ആയിട്ട് റെക്ടിഫൈ ചെയ്യുന്നല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമുക്ക് സമ്മേഷൻ ഓഫ് ലാറ്റിറ്റ്യൂഡും സമ്മേഷൻ ഓഫ് ഡിപ്പാർച്ചറും അഡ്ജസ്റ്റ്മെന്റും കൊണ്ട് 0 ആയിട്ട് കിട്ടുന്നു. ആ ഒരു പ്രോസസ്സിനെയാണ് ബാലൻസിങ് ദ ട്രാവേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ട്രാവേഴ്സ് ബാലൻസ് ചെയ്യുന്നത് മെയിൻലി 3 റൂളുകൾക്ക് അനുസരിച്ചിട്ടാണ്. അതിൽ ഒന്നാണ് Bowditch rule or compass rule. Second one transit rule and third rule. Bowditch rule ആണെങ്കിൽ അത് both angular measurementsനും linear measurementsനും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. കറക്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ആംഗുലാർ മെഷർമെന്റ്സിനും ലീനിയർ മെഷർമെന്റ്സിനും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് Bowditch rule. ട്രാൻസിറ്റ് റൂൾ ആണെങ്കിൽ അത് ആംഗിൾസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, തേർഡ് റൂൾ ഈസ് ആക്ച്വലി റിലേറ്റഡ് ടു നോർത്തിങ് ആൻഡ് സൗത്തിങ് ആൻഡ് ഈസ്റ്റിങ് ആൻഡ് വെസ്റ്റിങ് ഡയറക്ഷൻസിനോട് റിലേറ്റഡ് ആണ് തേർഡ് റൂൾ. അപ്പൊ ഒരു സൈഡ് എടുക്കുകയാണെങ്കിൽ കറക്ഷൻ ഫോർ നോർത്തിങ് ആൻഡ് സൗത്തിങ് ഓഫ് ദാറ്റ് സൈഡ്, അതേപോലെ കറക്ഷൻ ഫോർ ഈസ്റ്റിങ് ആൻഡ് വെസ്റ്റിങ് ഓഫ് ദാറ്റ് സൈഡ്. അങ്ങനെയാണ് നമ്മൾ അവിടെ കറക്ഷൻസ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഈ Bowditch റൂളിന്റെ ഒരു അസംഷൻ ആണ് എറർ ഈസ് പ്രപ്പോർഷണൽ ടു റൂട്ട് L എന്ന് പറയുന്നത്. സ്ക്വയർ റൂട്ട് ഓഫ് ലെങ്ത്, അതായത് ഏത് ലൈനാണോ ആ ലൈനിന്റെ സ്ക്വയർ റൂട്ട് ഓഫ് ലെങ്തിനോട് പ്രപ്പോർഷണൽ ആയിരിക്കും എറർ എന്ന് പറയുന്നത്. ഓക്കെ, ഡയറക്ട്ലി പ്രപ്പോർഷണൽ. അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. That is, the probable error of closure of a traverse according to Bowditch rule is proportional to square root of L. Any next question. Methods of plane surveying can be done for an area not more than. Surveying mainly രണ്ട് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. പ്ലെയിൻ സർവേയിങ്ങും
ജിയോഡക്റ്റിക് സർവേയിങ്. ജിയോഡക്റ്റിക് സർവേ എന്താണ്? ജിയോഡക്റ്റിക് സർവേയിൽ നമ്മുടെ എർത്തിന്റെ ആ കർവേച്ചറിനെ അതേപോലെ തന്നെ കൺസിഡർ ചെയ്തിട്ടാണ് സർവേ ചെയ്യുന്നത്. കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള ഹൈ പ്രിസിഷൻ വർക്ക്സിന്, ലാർജർ ഏരിയാസിനൊക്കെ ജിയോഡക്റ്റിക് സർവേ ആണ് അഡോപ്റ്റ് ചെയ്യുക. എന്നാൽ പ്ലെയിൻ സർവേയിലോ ആ കർവേച്ചർ ഓഫ് ദി എർത്തിനെ നെഗ്ലക്ട് ചെയ്തിട്ട് പ്ലെയിൻ സർഫസ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അത് സ്മോൾ ഏരിയാസിലാണ് കൊടുക്കുന്നത്, of areas less than 250 square kilometer. ഓക്കെ, അപ്പൊ 250 കിലോമീറ്റർ സ്ക്വയറിലും കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ജിയോഡക്റ്റിക് സർവേയും, അതിലും താഴെയാണെങ്കിൽ പ്ലെയിൻ സർവേയുമാണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ the correct answer is option A. ഓക്കെ, the next question is, which one of the following scale is the smallest? സ്മോളസ്റ്റ് സ്കെയിൽ ഈ തന്നിരിക്കുന്നതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്കെയില് മെയിൻ ആയിട്ട് 3 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്: എൻലാർജിങ് സ്കെയിൽ, റെഡ്യൂസിങ് സ്കെയിൽ ആൻഡ് നോർമൽ സൈസ് സ്കെയിൽ. എൻലാർജ് സ്കെയിൽ എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് ആക്ച്വൽ ഒബ്ജക്റ്റിന്റെ സൈസിനെ വലുതായിട്ടായിരിക്കും ഡ്രോയിങ്ങിൽ റെപ്രസെന്റ് ചെയ്യുക. അതായത് നമ്മുടെ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് ഒക്കെ ചെറുതായിരിക്കും, അതിനെ ഡ്രോയിങ്ങിൽ എൻലാർജ് ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ സ്കെയിൽ ചെയ്യുന്നതിനെയാണ് എൻലാർജിങ് സ്കെയിൽ എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് x:1. അതായത് x ക്യാൻ ബി ഓഫ് എനി ഡിജിറ്റ്. അത് 5:1 ആവാം, 2:1 ആവാം. അപ്പം x:1 എന്ന് പറയുന്ന മാനറിലാണ് എൻലാർജ് സ്കെയിൽ റെപ്രസെന്റ് ചെയ്യുക. അടുത്തത് റെഡ്യൂസിങ് സ്കെയിൽ. അതെന്താണ്? അത് ആക്ച്വൽ സൈസിനെ ചെറുതായിട്ടായിരിക്കും ഡ്രോയിങ്ങിൽ റെപ്രസെന്റ് ചെയ്യുക. അതായത് നമ്മുടെ സൈറ്റ് പ്ലാൻ, അതുപോലെ ബിൽഡിംഗ് പ്ലാൻ, അതൊക്കെ ആക്ച്വൽ സൈസിനേക്കാൾ ചെറുതായിട്ട് സ്കെയിൽ ചെയ്തിട്ട്, റെഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ പ്ലാനിലും മാപ്പിലും റെപ്രസെന്റ് ചെയ്യും. അത് 1:x എന്നുള്ള ഫോർമാറ്റിലാണ്, എന്ന് പറയുന്ന സ്കെയിൽ ഫോർമാറ്റിലാണ് ചെയ്യുന്നത്. വേർ x ക്യാൻ ബി ഓഫ് എനി ഡിജിറ്റ്. ഓക്കെ, നോർമൽ സൈസ് സ്കെയിൽ ആണെങ്കിൽ ആക്ച്വൽ ഡയമെൻഷൻ അനുസരിച്ചിട്ട് തന്നെയാണ് ഡ്രോയിങ്ങും ചെയ്യുന്നത്. 1:1 ആണ്. ഓക്കെ, 1:1, 5:5. ഓക്കെ, അങ്ങനെ. അപ്പൊ ഇവിടെ ഈ ഓപ്ഷൻസ് തന്നിരിക്കുന്നതെല്ലാം ഏതാണ്? റെഡ്യൂസിങ് സ്കെയിലാണ് തന്നിരിക്കുന്നത്, അല്ലെ? എല്ലാം 1:x എന്ന് പറയുന്ന ഫോർമാറ്റിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി ഓപ്ഷൻ എ എടുക്കുവാണെങ്കിൽ എന്താണ്? 1 mm = 1 meter. ഓക്കെ, അങ്ങനെയാണ്. അതായത് ഗ്രൗണ്ടിലെ 1 മീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഡ്രോയിങ്ങിൽ 1 mm ആണ്. ഓക്കെ, അപ്പോൾ 1 മീറ്റർ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഒരേ യൂണിറ്റിലേക്ക് ആക്കുവാണെങ്കിൽ 1000 mm. അതായത് 1000 mm ഗ്രൗണ്ടിലെ 1000 mm 1 mm ആയിട്ട് ഡ്രോയിങ്ങിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് ഓപ്ഷനോ, representative factor is equal to 1/2000. Representative factor എന്താണ്? It is the size on drawing divided by actual size of object. ഡ്രോയിങ്ങിൽ കൊടുത്തിരിക്കുന്ന സൈസ് ഡിവൈഡഡ് ബൈ ഒബ്ജക്റ്റിന്റെ ആക്ച്വൽ സൈസ്, ആ റേഷ്യോ ആണ് റെപ്രസെന്റേറ്റീവ് ഫാക്ടർ. അപ്പൊ ഇവിടെ അത് 1:2000 ആണ്. ഓക്കെ, അതേപോലെ തേർഡ് ഓപ്ഷനും റെപ്രസെന്റേറ്റീവ് ഫാക്ടർ ആണ്, 1:20,000. തേർഡ് ഓപ്ഷനോ, 1 centimeter is equal to 1 kilometer. 1 kilometer എന്ന് പറയുന്നത് 1 lakh centimeter ആണ്. ഇനി എന്താണ് ലാർജ് സ്കെയിൽ മാപ്പും സ്മോൾ സ്കെയിൽ മാപ്പും? അതായത് നമ്മൾ ഒരു സ്മോൾ ഡിസ്റ്റൻസിനെ, വളരെ ചെറിയൊരു ഡിസ്റ്റൻസിനെയാണ് ഡ്രോയിങ്ങിൽ 1 സെന്റിമീറ്റർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ അത് ലാർജ് സ്കെയിൽ മാപ്പാണ്. കുറച്ച് ഡിസ്റ്റൻസിനെ മാത്രം 1 സെന്റിമീറ്റർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു, അതിന് നമ്മൾ ലാർജ് സ്കെയിൽ മാപ്പ് എന്ന് പറയും. നേരെ ഓപ്പോസിറ്റ്, ഒരു ലാർജ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ 1 സെന്റിമീറ്റർ ആയിട്ട് ഡ്രോയിങ്ങിൽ റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ അത് സ്മോൾ സ്കെയിൽ മാപ്പായിട്ട് പറയും. അപ്പോൾ ഇവിടുത്തെ കേസിലെ ഓപ്ഷൻസിൽ ഏതായിരിക്കും മോർ ആപ്റ്റ് ആയിട്ടുള്ളത്? അതിന് ഓപ്ഷൻ നമ്പർ ഡി അല്ലെ? കാരണം എന്താണ്? 1 lakh centimeter ഓൺ ദ ഗ്രൗണ്ട് ആണ് 1 സെന്റിമീറ്റർ ആയിട്ട് ഡ്രോയിങ്ങിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, next question. For a well-conditioned triangle,
ഇറ്റ്സ് ആംഗിൾ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ. അതായത് ഒരു വെൽ കണ്ടീഷൻ ട്രയാങ്കിളിൽ അതിൻ്റെ ആംഗിൾ അതായത് ഏതെങ്കിലും ഒരു ആംഗിൾ പോലും എത്ര ഈ പറയുന്ന ഓപ്ഷൻസിൽ ഏതിലും കുറയാൻ പാടില്ല എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ചെയിൻ സർവേയുടെ പ്രിൻസിപ്പിൾ എന്താണ്? ട്രയാങ്കുലേഷൻ. ട്രയാങ്കുലേഷന്റെ സമയത്ത് നമ്മുടെ ഫ്രെയിം വർക്കിനെ ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അല്ലേ? ആ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഏതായിരിക്കണം? വെൽ കണ്ടീഷൻ ട്രയാങ്കിൾ ആയിരിക്കണം. ഓക്കെ. ആൻഡ് ഈ വെൽ കണ്ടീഷൻ ട്രയാങ്കിൾ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ്? വെൽ കണ്ടീഷൻ ട്രയാങ്കിൾ എന്ന് പറയുന്നത് അതിന്റെ ഒരു ആംഗിൾ പോലും 30 ഡിഗ്രിയിലും കുറയാനും പാടില്ല, 120 ഡിഗ്രിനേക്കാൾ കൂടാനും പാടില്ല. അതായത് അതിന്റെ എല്ലാ ആംഗിൾസും 30 ഡിഗ്രിക്കും 120 ഡിഗ്രിക്കും ഇടയിലായിരിക്കണം വരിക. ഇനി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള വെൽ കണ്ടീഷൻ ട്രയാങ്കിൾ ഏതാണ്? അത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അതിന്റെ 3 ആംഗിളും 60 ഡിഗ്രിയുമാണ്, അതിന്റെ 3 സൈഡ്സും ഈക്വലുമാണ്. ഓക്കെ. അപ്പൊ ഏതായിരിക്കും ഇവിടെ ഓപ്ഷൻ? ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ്. അതായത് ഒരു വെൽ കണ്ടീഷൻ ട്രയാങ്കിളിന് അതിന്റെ ഒരു ആംഗിളും 30 ഡിഗ്രിനേക്കാൾ കുറയാൻ പാടില്ല. ഇനി കൂടുതൽ മോർ ദാൻ ആയിരുന്നെങ്കിൽ ചോദിച്ചിരുന്നെങ്കിൽ, ഷുഡ് നോട്ട് ബി മോർ ദാൻ ആയിരുന്നെങ്കിൽ അത് 120 ഡിഗ്രി ആണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ആംഗിൾ ഓഫ് ഡിപ്പ് അറ്റ് ദ മാഗ്നറ്റിക് പോൾ. മാഗ്നറ്റിക് പോളിൽ ഡിപ്പിന്റെ വാല്യൂ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡിപ്പ് എന്താണ്? അതായത് ഒരു കോമ്പസ് വെർട്ടിക്കലി ഹെൽഡ് ചെയ്യുകയാണെങ്കിൽ ഹൊറിസോണ്ടലുമായിട്ട് മാഗ്നറ്റിക് നീഡിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ഡിപ്പ് എന്ന് പറയുന്നത്. അതായത് ഡിപ്പ് എന്ന് പറയുന്നത് ഒരു വെർട്ടിക്കൽ ആംഗിൾ ആണ്, ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ. അതായത് മാഗ്നറ്റിക് നീഡിൽ ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ഈ ആംഗിളിനെയാണ് ഡിപ്പ് എന്ന് പറയുക. അപ്പൊ ഡിപ്പ് എന്ന് പറയുന്ന ആ ആംഗിൾ 0 എവിടെയാണ്? വിച്ച് ഈസ് 0 അറ്റ് ദ ഇക്വേറ്റർ അല്ലെ? ആൻഡ് ഈ വാല്യൂ എന്ന് പറയുന്നത് ഈസ് നോട്ട് കോൺസ്റ്റന്റ് അല്ല, അതിങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കുവാണ്. വേരി ചെയ്ത് അത് മാക്സിമം 90 ഡിഗ്രി എന്ന് പറയുന്നത് അത് പോളിലാണ്. ഓക്കെ. അപ്പൊ ഡിപ്പ് ഈസ് മാക്സിമം at the pole and minimum at the equator, and the maximum value is 90 degree and the minimum value is 0 degree. Okay. അപ്പം മാഗ്നറ്റിക് പോളിൽ എത്രയാണ് ഡിപ്പ്? വിച്ച് ഇസ് 90 ഡിഗ്രി. ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The term height of instrument in leveling is. ലെവലിംഗ് ചെയ്യുമ്പോൾ ഹൈറ്റ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹൈറ്റ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇത് നമ്മുടെ ലെവലിംഗ് സ്റ്റാഫും ഇത് ഇൻസ്ട്രുമെന്റും ആണെങ്കിൽ ദിസ് ഇസ് ദ ലൈൻ ഓഫ് സൈറ്റ്. നമ്മൾ ടെലസ്കോപ്പിലൂടെ സ്റ്റാഫ് റീഡിംഗ് എടുക്കുകയാണ്. ടെലസ്കോപ്പിനെ ഹൊറിസോണ്ടലായിട്ട് വെച്ച് ലൈൻ ഓഫ് സൈറ്റ് എവിടെയാണോ വരുന്നത് അതനുസരിച്ചിട്ട് നമ്മൾ റീഡിംഗ് എടുക്കുകയാണ് സ്റ്റാഫിൽ. ആൻഡ് ദിസ് ഇസ് ദ ഡേറ്റം സർഫസ്. അപ്പൊ ഈ ഡാറ്റം സർഫസുമായിട്ട് ലൈൻ ഓഫ് സൈറ്റ് മേക്ക് ചെയ്യുന്ന ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഹൈറ്റ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ് ആയിട്ട് എടുക്കുക. ഓക്കെ. അപ്പം എന്താണ് ഈ ഡാറ്റം സർഫസ്? നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ബെഞ്ച് മാർക്ക് ചൂസ് ചെയ്യാറുണ്ട് അല്ലെ? ആ ബെഞ്ച് മാർക്കാണ് ഡാറ്റം സർഫസ് എന്ന് പറയുന്നത്. അതായത് ഒരു നോൺ എലിവേഷൻ, അതെ, അതിന്റെ റെഡ്യൂസ്ഡ് ലെവൽ നമുക്ക് അറിയാം. നോൺ റെഡ്യൂസ്ഡ് ലെവലുള്ള പോയിന്റ് ആണ് ബെഞ്ച് മാർക്ക് അല്ലെ? അത് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ഒന്ന് GTS ബെഞ്ച് മാർക്ക്, അതായത് ഗ്രേറ്റ് ട്രിഗണോമെട്രിക് സർവേ ബെഞ്ച് മാർക്ക്. സർവേ ഓഫ് ഇന്ത്യ ഡിപ്പാർട്ട്മെന്റ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ബെഞ്ച് മാർക്കാണ് GTS ബെഞ്ച് മാർക്ക്. മുംബൈയിൽ മീൻ സീ ലെവലാണ് GTS ബെഞ്ച് മാർക്കായിട്ട് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെയുള്ളതാണ് പെർമനന്റ് ബെഞ്ച് മാർക്ക്. പെർമനന്റ് ബെഞ്ച് മാർക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? ചില സമയങ്ങളിൽ ഈ GTS ബെഞ്ച് മാർക്ക് എടുക്കാൻ ഡിഫിക്കൽട്ടീസ് വരും. അങ്ങനത്തെ സിറ്റുവേഷൻസിൽ ഗവൺമെന്റ് ഏജൻസീസ്, അതിപ്പോൾ റെയിൽവേ, PWD ഏതായാലും ഗവൺമെന്റ് ഏജൻസീസ് അവർ ചൂസ് ചെയ്യുന്ന ഒരു പെർമനന്റ് ആയിട്ട് ചൂസ് ചെയ്യുന്ന ഒരു ബെഞ്ച് മാർക്കാണ് പെർമനന്റ് ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്. ഇനി ടെമ്പററി ബെഞ്ച് മാർക്ക് എന്താണ്? ടെമ്പററി ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്
നമ്മൾ ലെവലിംഗ് ചെയ്യുന്നു, ഇന്ന് വർക്ക് ക്ലോസ് ചെയ്ത് പിറ്റേ ദിവസം അത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഇന്ന് ചെയ്ത ലാസ്റ്റത്തെ സ്റ്റേഷൻ പോയിന്റ് നമ്മൾ ബെഞ്ച് മാർക്ക് ആയിട്ടായിരിക്കും നെക്സ്റ്റ് ഡേയിൽ കൺസിഡർ ചെയ്യുക. അതാണ് ടെമ്പററി ബെഞ്ച് മാർക്ക്. ഇനി ആർബിട്രറി ബെഞ്ച് മാർക്ക് എന്താണ്? അതായത് നമ്മൾ ലെവലിംഗ് ചെയ്യണം, അപ്പോൾ സൈറ്റിൽ നമ്മൾ വെറുതെ ഒരു ബെഞ്ച് മാർക്ക് അസ്യൂം ചെയ്യുവാണെങ്കിൽ അത് ആർബിട്രറി ബെഞ്ച് മാർക്കാണ്. അപ്പോൾ ഈ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നതാണ് ഡാറ്റത്തിൽ നിന്നും ലൈൻ ഓഫ് സൈറ്റ് വരെയുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഹൈറ്റ് ഓഫ് ദി ഇൻസ്ട്രുമെന്റ് ആയിട്ട് എടുക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. While leveling on a steep slope, it is preferable to set up the instrument successfully along. അതായത് സ്റ്റീപ്പ് സ്ലോപ്പ് ഹിൽ ഏരിയാസിലൊക്കെ നമ്മൾ ലെവലിംഗ് ചെയ്യുമ്പോൾ ഇൻസ്ട്രുമെന്റ് ഏത് രീതിയിൽ സെറ്റപ്പ് ചെയ്യുമായിരിക്കും സ്യൂട്ടബിൾ എന്നാണ് ചോദിക്കുന്നത്. ഹിൽസിലൊക്കെ ഇൻസ്ട്രുമെന്റ് സെറ്റ് ചെയ്യുമ്പോൾ റീഡിംഗ് എടുക്കാൻ വളരെ ഡിഫിക്കൽട്ടാണ്. കാരണം അതിൻ്റെ ഫോർ സൈഡ് ഡിസ്റ്റൻസും ബാക്ക് സൈഡ് ഡിസ്റ്റൻസും ഈക്വൽ ആയിട്ട് കിട്ടില്ല. സ്റ്റാഫ് ഹെൽഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫോർ സൈഡ് റീഡിംഗ് എടുക്കുന്നത് അതിൻ്റെ ഫൂട്ടിനോട് ചേർന്നിട്ടും ബാക്ക് സൈഡ് റീഡിങ് കുറച്ച് വലുതായിട്ടായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഫോർ സൈഡ് ഡിസ്റ്റൻസും ബാക്ക് സൈഡ് ഡിസ്റ്റൻസും ഈക്വൽ ആകുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഇൻസ്ട്രുമെന്റ്സ് സിക്സ് ആക്ട് മാനറിൽ, ഇപ്പം ഈ I1 I2 ഇങ്ങനെ സിക്സ് ആക്ട് മാനറിൽ പ്ലേസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി എറർ മിനിമൈസ് ചെയ്യാൻ ഏറ്റവും സ്യൂട്ടബിൾ എന്ന് പറയുന്നത്. അപ്പം സ്റ്റീപ്പ് സ്ലോപ്പിൽ ഇൻസ്ട്രുമെന്റ് സിക്സ് ആക്ട് ലൈൻ ആയിട്ട് വയ്ക്കുന്നതാണ് ഏറ്റവും പ്രിഫറബിൾ. ഓക്കെ, ഹെൻസ് ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ കോണ്ടൂർ ഇന്റർവൽ ഈസ്. കോണ്ടൂർ ഇന്റർവൽ എന്താണ്? കോണ്ടൂർ ഇന്റർവൽ എന്ന് പറയുന്നത് രണ്ട് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള കോണ്ടൂർ ലൈൻസ് തമ്മിൽ വരുന്ന വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് കോണ്ടൂർ ഇന്റർവൽ എന്ന് പറയുക. അതുപോലെ രണ്ട് കോൺസിക്യൂട്ടീവ് കോണ്ടൂർ ലൈൻസ് തമ്മിൽ വരാവുന്ന ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിന് നമ്മൾ ഹൊറിസോണ്ടൽ ഇക്വിവാലന്റ് എന്നും പറയും. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് പറയാം കോണ്ടൂർ ഇന്റർവൽ എന്ന് പറയുന്നത് ഇവിടെ 5 ആണ്. അതായത് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഈസ് 25 മൈനസ് 25, 30 മൈനസ് 25 5, 35 മൈനസ് 30 5. കോണ്ടൂർ ഇന്റർവൽ ഈസ് 5 ആണ്. ഇനി കോണ്ടൂർ ഇന്റർവൽ ചൂസ് ചെയ്യുമ്പോൾ പല ഫാക്ടേഴ്സിന് അനുസരിച്ചിട്ടാണ് നമ്മൾ കോണ്ടൂർ ഇന്റർവൽ ചൂസ് ചെയ്യുക. അതിലൊന്നാണ് നേച്ചർ ഓഫ് ദ ഗ്രൗണ്ട്, അതായത് ടോപ്പോഗ്രഫി എങ്ങനെയാണെന്നുള്ളതനുസരിച്ച്. അതായത് ഇപ്പോൾ ഫ്ലാറ്റ് ഗ്രൗണ്ട് ആണെങ്കിൽ കുറച്ചും കൂടി എന്താ പറയുക ആക്യുറേറ്റ് ആയിട്ടുള്ള വളരെ സ്മോൾ കോണ്ടൂർ ഇന്റർവൽ ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക. എന്നാൽ നേരെ തിരിച്ച് ഹില്ലി ഏരിയാസ്, അണ്ടുലേറ്റിംഗ് ആയിട്ടുള്ള ഏരിയാസ് ഒക്കെ ആണെങ്കിൽ ലാർജ് കോണ്ടൂർ ഇന്റർവൽ ആയിരിക്കും അഡോപ്റ്റ് ചെയ്യുക. അതാണ് നേച്ചർ ഓഫ് ഗ്രൗണ്ടിനനുസരിച്ചിട്ട് കോണ്ടൂർ ഇന്റർവെല്ലിൽ ചൂസ് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് ഫാക്ടർ ആയിട്ടുള്ള സ്കെയിൽ ഓഫ് മാപ്പ്. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ലാർജ് സ്കെയിൽ മാപ്പ് ആണെങ്കിൽ സ്മോൾ കോണ്ടൂർ ഇന്റർവെല്ലും, സ്മോൾ സ്കെയിൽ മാപ്പ് ആണെങ്കിൽ ലാർജ് കോണ്ടൂർ ഇന്റർവെല്ലും ആയിരിക്കും അഡോപ്റ്റ് ചെയ്യുക. ഓക്കെ, തേർഡ് ഫാക്ടർ എന്താണ്? പർപ്പസ് ആൻഡ് എക്സ്റ്റെന്റ് ഓഫ് സർവേ. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസൈൻ വർക്ക്സിനോ എർത്ത് വർക്ക് കാൽക്കുലേഷൻസിനൊക്കെ ആണെങ്കിൽ നമ്മൾ സ്മോൾ കോണ്ടൂർ ഇന്റർവെല്ലായിരിക്കും ചൂസ് ചെയ്യുക. ഓക്കെ, അതേപോലെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്, ഫോർത്ത് വൺ, വിച്ച് ഇസ് ടൈം ആൻഡ് എക്സ്പെൻസ് ഓഫ് സർവേ. അതായത് സമയം കൂടുതലുണ്ടെങ്കിൽ സ്മോൾ കോണ്ടൂർ ഇന്റർവെല്ലും അതാണ് കൂടുതൽ ആക്യുറേറ്റ് അല്ലേ. അപ്പോൾ സ്മോൾ കോണ്ടൂർ ഇന്റർവെല്ലും സമയം നമുക്ക് വളരെ കുറവാണെങ്കിൽ ലാർജ് കോണ്ടൂർ ഇന്റർവെൽസും ആയിരിക്കും അഡോപ്റ്റ് ചെയ്യുക. അപ്പോൾ ഏതായിരിക്കും ഓപ്ഷൻ? ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? ഗ്രേറ്റർ ഓൺ ഫ്ലാറ്റ് ഗ്രൗണ്ട്. അല്ല, കോണ്ടൂർ ഇന്റർവെൽ നമ്മൾ പറഞ്ഞു കോണ്ടൂർ ഇന്റർവെൽ സ്മോളർ ആയിരിക്കും ഫ്ലാറ്റ് ഗ്രൗണ്ടിൽ, ലാർജർ ആയിരിക്കും ഹില്ലി ഏരിയാസിലോ അല്ലെങ്കിൽ അണ്ടുലേറ്റിംഗ് ആയിട്ടുള്ള സർഫസിലോ ഒക്കെ. ഓക്കെ, ആൻഡ് സ്കെയിൽ ഓഫ് മാപ്പിന് നമ്മൾ എന്താ പറഞ്ഞത്? ഫാക്ടറിന് എങ്ങനെയാ പറഞ്ഞത്? സ്കെയിൽ ഓഫ് മാപ്പിന്റെ കേസിൽ ലാർജ് സ്കെയിൽ മാപ്പിനാണെങ്കിൽ സ്മോൾ കോണ്ടൂർ ഇന്റർവെല്ലും സ്മോൾ സ്കെയിൽ മാപ്പിനാണെങ്കിൽ ലാർജ് കോണ്ടൂർ ഇന്റർവെല്ലും. അപ്പോൾ വിച്ച് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്കെയിൽ ഓഫ് മാപ്പാണ്. കോണ്ടൂർ ഇന്റർവെൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്കെയിൽ ഓഫ് മാപ്പാണ്. അപ്പോൾ ഏത് ഓപ്ഷനാണ് കറക്റ്റ്? ഓപ്ഷൻ ഡി, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്കെയിൽ ഓഫ് മാപ്പ്.
ഓക്കെ, ഇന്ന് ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് എടുക്കാൻ ഉദ്ദേശിച്ചത്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ സജഷൻസും കമൻസും കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം. ഇതേപോലുള്ള വീഡിയോ ഇനിയും പ്രതീക്ഷിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. നോട്ടിഫിക്കേഷൻസിനായി ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യാം. താങ്ക് യു.